പ്രസിഡന്റ് ആരെയാ നോക്കണത്? മെമ്പറുടെ ഭർത്താവ് എങ്ങാനും ഈ നേരത്തെ ഞാൻ കേറി വരുമോന്നൊരു പേടി. മൂപ്പരിപ്പോഴൊന്നും വരൂല. അമ്മക്ക് അനിയന്റെ ഇളയച്ചിനെ സൽക്കാരത്തിന് പോയിരിക്കുക. മെമ്പർ ഭർത്താവിന്റെ അനിയനാണ് എന്റെ പെങ്ങളെ മോളിന് എതിരാണ് കെട്ടിയെന്ന് ഞാൻ കല്യാണത്തിന് അന്ന് അറിയണത്. ഞാൻ ജനലിന്റെ കൂടെ മെമ്പറെ പ്രസിഡന്റ് ഇങ്ങനെ പേടിച്ചാലോ? എവിടെങ്കിലും ഒളിച്ചാലോ? ശ്രീധര ചെയ്ത പഞ്ചായത്ത് എന്റെ സ്വപ്നം ഇതോടെ ലോകം പറയും. ഞാൻ ടി വി ഓഫ് ആക്കിയാണ്ട് ബാലൊന്നും തുറക്കണ്ടേ. നേരത്തായി മനസ്സമ്മടെ കാത്തിക്കുന്നത്. നിങ്ങള് സൽക്കാരം കഴിഞ്ഞിത്ര വേഗം ഇത്ര താമസം? ഞാൻ ബാത്റൂമിലായിന്ന്. ഞാൻ വെറുതെ എന്നെ സംശയിച്ച് പുറത്താളെ മുത്തേ. ആ ചെങ്ങാനെ കെട്ടിയെടുക്കാൻ നേരം ഈ കട്ടില് കണ്ടുപിടിച്ച് എത്ര നന്നായി. അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ. ബാക്കിയുള്ളവർ എത്ര സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ അല്ല അതിലൊക്കെ ഹാജർ ഓരോന്ന് പറയണത്. ഹാജർ എന്താ പറഞ്ഞ്? ഓള് പറയാ നിങ്ങക്ക് ചില കാര്യത്തിൽ ഒരു ബഹതിരിപ്പില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞു. നാളെ നിങ്ങളൊരു കലമായും കൊണ്ടുവന്നില്ലേ? അതിൽ 1 കിലോ അരി പോലും വെക്കാൻ പറ്റൂലെന്ന് ഹാജറ. പറ്റൂന്ന് ഞാനും. ഞാൻ പറഞ്ഞ് ഈ പോടി കുറങ്ങേന്ന്. പിന്നെ എന്റെ കെട്ടിയോനെങ്കിൽ നല്ലോണം അറിയാന്ന്. ഒടുവിൽ ഹാജർ എന്നോടൊരു ബെറ്റ് വെച്ച്. എന്ത് ബെറ്റ്? ആ കാലത്തിനകത്ത് നിങ്ങളെ തല പോലും കൊള്ളൂലാന്ന് ഹാജറ. കൊള്ളൂന്ന് ഞാനും. എന്റെ പുന്നാരാമദ്ക്ക, ഞാൻ നാളെ ബെറ്റില് തോറ്റുപോകോ? ഒന്നേ മുത്തേ സൂറാജ് കര എടുത്തോടുന്ന തല കടക്കുന്ന ഇപ്പം കാണിച്ചരാ. ചെല്ല്. ജലദോഷം പിടിക്കാൻ എന്റെ കഴുത്തിനകത്തിന്റെ തല കൊണ്ടുവന്ന് ഞാൻ ഇപ്പം കാണിച്ച ഓരോ പെണ്ണുങ്ങളെ സംശയം. ഇപ്പൊ കടന്നില്ലേ? ഇനി റൂമിയാ കിട്ടുന്നല്ല കുടുങ്ങി തോന്നുന്നു. അമ്പോടെ തങ്ങളെ സൂറ മുത്തേച്ചൊന്ന് വണ്ടി വന്നാൽ എന്താ ചെയ്യേ? ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് കേട്ടുകാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ തല കയറ്റും ചെയ്ത് അത് എടുത്തിട്ട് കിട്ടാ. റഹ്മാനെ തമ്പുരാനെ, ഇജ്ജ് എന്തെങ്കിലും പടിയെ കൊണ്ടെടുത്തോണ്ട് വന്നു അല്ലേ? ഇജ്ജ ഒലക്കൽ എടുക്ക് സൂറ. നിന്റെ തല എനിക്ക് ബീപ്പ് കിട്ടുന്നില്ലല്ലോ. പമ്പുറ തങ്ങളെ ബദരീങ്ങളെ സൂറജ് എവിടെയാണ്? ഞാൻ ഇതിന്റെ ഉള്ളിൽ തല കുടുങ്ങിയ ഈ കാണു തൃശ്ശൂർ പൂരം നന്നായിട്ട് കത്തണമായി. എന്റെ ഇത് കയ്യല്ല കത്തണേ.